ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിതാ സഹസ്രനാമം എന്ന മഹാസ്തോത്രം, അതിവിശേഷമായ മാലാമന്ത്രം പഠിക്കാനും ജപിക്കാനും കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും ഒരുപാട് പുണ്യം ചെയ്ത അമ്മ തിരഞ്ഞെടുത്ത മഹാഭാഗ്യവാന്മാർക്ക് മാത്രമേ സാധിക്കൂ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള മഹത്തുക്കൾക്കായി അമ്മയുടെ സഹസ്രനാമം അക്ഷരസ്ഫുടതയോടെ സ്ഥൂലാർത്ഥം മനസ്സിലാക്കി എങ്ങനെ ജപിക്കാം എന്ന ഈ പാഠ്യപദ്ധതിയിൽ ഇതുവരെ 64 നാമമന്ത്രങ്ങൾ വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം പോസ്റ്റ് ചെയ്തത് 57ാമത്തെ നാമമന്ത്രമായ ചിന്താമണി ഗൃഹാന്തസ്ഥ മുതൽ 64ാമത്തെ നാമമന്ത്രമായ ദേവഋഷിഗണസംഘാതസ്തൂയമാനാത്മവൈഭവ ഇതുവരെയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 65 മുതൽ 68 വരെയുള്ള നാമമന്ത്രങ്ങളാണ്. ഈ നാമമന്ത്രങ്ങളെല്ലാം തന്നെ മുറിക്കാതെ ഒരുമിച്ച് ചൊല്ലേണ്ടവയാണ്. ആയതുകൊണ്ട് തന്നെ എല്ലാ വരികളുടെയും അവസാനം ഓ ചോ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 65ാമത്തെ നാമമന്ത്രത്തിലേക്ക്. ഭണ്ഡാസുരവധോദ്യുക്തശക്തി സേനാ സമന്വിത. നമ്മൾ ഈ മന്ത്രം റിവേഴ്സിൽ പദം പിരിച്ച് ചൊല്ലി നോക്കാം. സമന്വിത ശക്തിസേന സമന്വിത, ഉദ്യുക്ത ശക്തിസേന സമന്വിത, വധോദ്യുക്ത ശക്തിസേന സമന്വിത, ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേന സമന്വിത. ഇത് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭ, ഇവിടെ മഹാപ്രാണനാണ്, ഭ ശ്രദ്ധിക്കണം. പിന്നെ ബണ്ഡം, ഡായാണ് ഇവിടെ, ബണ്ഡാസുരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഢ എന്ന് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. ഭണ്ഡാസുരൻ എന്ന് വരണം, ഭണ്ഡാസുരനല്ല. ഭണ്ഡാസുരൻ എന്ന് ചൊല്ലിപ്പോവുകയാണെങ്കിൽ ഭണ്ഡൻ എന്ന സുരൻ, അതായത് ദേവൻ എന്നൊരു അർത്ഥം വരും അവിടെ. അതുകൊണ്ട് തന്നെ അർത്ഥം കംപ്ലീറ്റ് മാറിപ്പോവും. അതുകൊണ്ട് തന്നെ മുകളിൽ ഞാൻ അതുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് ഭണ്ഡാസുരൻ, ഭണ്ഡാസുരൻ എന്ന് തന്നെ വരണം. അങ്ങനെ ഉച്ചരിച്ച് പോവുക. പിന്നെ വധോ, ധ, അതും മഹാപ്രാണനാണ്. വധോ ഉദ്യുക്ത, ഇവിടെ ക് ത എന്നാണ് ഞാൻ ഉച്ചരിച്ചിട്ടുള്ളത്. നമ്മൾ മന്ത്രത്തിൻ്റെയൊക്കെ ഒരു ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക് ത എന്ന് ഉച്ചരിച്ച് പോവുകയാണ് കുറച്ചുകൂടി നല്ലത്. ഇനി അങ്ങനെ ഉച്ചരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉദ്യുക്ത എന്നാലും ഉച്ചരിച്ചാലും ശരി തന്നെയാണ്, തെറ്റില്ല. പക്ഷേ ശ്രീമദ് ലളിതാ സഹസ്രനാമസ്തോത്രം നമ്മൾ ജപിക്കുന്നത് വൈഖരി രൂപത്തിലായതുകൊണ്ട് തന്നെ ആ മന്ത്രം പുറത്തേക്ക് വരുമ്പോൾ ഉദ്യുക്ത എന്നായിരിക്കും കേൾക്കുക. അപ്പോൾ എന്താണ് ഇവിടെ വശിന്യാദി വാഗ്ദേവതമാർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ശരിക്കും അത് എക്സ്പ്രസ് ചെയ്യണം. അപ്പം അതിനായിട്ടാണ് ഉദ്യുക്ത എന്ന് ഉച്ചരിച്ച് പോകേണ്ടത്. അപ്പം അങ്ങനെ തന്നെ ശ്രമിച്ചാൽ സാധിക്കും, അങ്ങനെ ശ്രമിക്കുക. വധോ, ആ വധോ എന്ന് നീട്ടിക്കഴിഞ്ഞിട്ട് ഉദ്യുക്ത എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ വധോദ്യുക്ത എന്നീ പോകും. ഉദ്യുക്തയാണ് ഇവിടെ. വധോദ്യുക്ത, വധോദ്യുക്ത എന്ന് വരണം. പിന്നെ ശക്തിസേന, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക് തായാണ് അവിടെ. ശക്തിസേന സമന്വിത, സമന്വിതയല്ല സമന്വിത, അന്വിത എന്ന് നീട്ടേണ്ടതാണ്. കാരണം നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, സ്ത്രീദേവതാ മന്ത്രങ്ങളെല്ലാം നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. സമന്വിത എന്ന് നീട്ടേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം, ഭണ്ഡാസുരനും ദേവിയും യുദ്ധം നടക്കാൻ പോകുന്ന ഒരു സമയത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഭണ്ഡാസുര വധത്തെക്കുറിച്ചിട്ടുള്ള കഥകളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ അത് ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ ഭണ്ഡാസുരനെ വധത്തിനായിട്ട് ഉദ്യുക്തയായ, മുതിർന്ന അല്ലെങ്കിൽ തയ്യാറായ ശക്തിസേന, അമ്മയുടെ ശക്തിസേനകൾ ആരൊക്കെയാണെന്ന് വരും മന്ത്രങ്ങളിലെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സമ്യക്കാവും വണ്ണം അന്വിതയായ ആ അമ്മയ്ക്ക് നമസ്കാരം. അപ്പം ഇവിടെ ഈ സമന്വിത
എന്ന വാക്കിനാണ് ഇവിടെ പ്രാധാന്യം. അതാണ് ശരിക്കും ദേവിയെ പ്രതിനിധാനം ചെയ്യുന്നത്. ഭണ്ഡാസുരവധോയുക്ത ശക്തിസേന സമന്വിത. ആ സമന്വിതയാണ് ദേവി. ആ ശക്തിസേനകളാൽ എല്ലാവരോടും കൂടിച്ചേർന്നിരിക്കുന്ന ആ അമ്മയ്ക്കാണ് അവിടെ നമസ്കാരം. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇനി 66ാമത്തെ നാമമന്ത്രം. സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജ സേവിത. റിവേഴ്സ് ചൊല്ലുമ്പോൾ സേവിത സിന്ധുരവ്രജ സേവിത, സമാരൂഢ സിന്ധുരവ്രജ സേവിത, സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജ സേവിത. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സമ്പത്കരീ, സമ്പത്കരീ എന്ന് നീട്ടേണ്ടതാണ്. വെറും സമ്പത്കരിയല്ല, സമ്പത്കരീ എന്ന് നീട്ടേണ്ടതാണ്. സമാരൂഢം, സമാരൂഢമല്ല, സമാരൂഢമാണ്. അതുകൊണ്ട് തന്നെ ആ മുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ആ ചേർത്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. സമാരൂഢ സിന്ധുര, സിന്ധുര, സിന്ധൂരമല്ല സിന്ധുരമാണ്. അവിടെ മഹാപ്രാണനാണ് ധ, ശ്രദ്ധിക്കണം. സിന്ധുരമല്ല, സിന്ധൂരമല്ല, സിന്ധുരം. സിന്ധുര വ്രജ, വ്രജ, വൃജമല്ല വ്രജമാണ്. വ്രതം എന്നുള്ള ആ വ്രജ സേവിത. ഇവിടെ ആ സേവിതയ്ക്കാണ് പ്രാധാന്യം. ആ സേവിതയാണ് അമ്മ. അതായത് സമ്പത്കരീ ദേവി, ഐശ്വര്യവും സൗഭാഗ്യവും നൽകുന്ന അമ്മയുടെ മുകളിലത്തെ വലതു കൈയിലെ ക്രോധത്തിൻ്റെ ആകാരമായ അങ്കുശത്തിൽ നിന്നും തോട്ടി, ആ തോട്ടിൽ നിന്നും ഉദ്ഭവിച്ച സമ്പത്കരീ ദേവി, ആ ദേവി ഒരു വലിയ ഒരു ആനയുടെ പുറത്ത് സമാരൂഢയാണ്. രണകോലാഹലൻ എന്നാണ് ആ ആനയുടെ പേര്. അങ്ങനെയുള്ള ഒരു ആനയുടെ പുറത്തിരിക്കുന്ന ആ അമ്മ സമ്പത്കരീ ദേവി, അമ്മയുടെ കൂടെ തന്നെ അമ്മയുടെ ആ ആനക്കൂട്ടത്തിൻ്റെ ഒരു സേന തന്നെ അമ്മയുടെ കൂടെ ഉണ്ട്. സിന്ധുരവ്രജം, സിന്ധുരം എന്നാൽ ആന, വ്രജം എന്നാൽ കൂട്ടം. അപ്പോൾ ഈ സമ്പത്കരീ ദേവി അമ്മയുടെ ആനപ്പടയുടെ സൈന്യാധിപയാണ്. ആ ആനപ്പടയുടെ സൈന്യാധിപയായ ഒരുപാട് ആനക്കൂട്ടങ്ങൾ ആനപ്പടയോടുകൂടിയ അമ്മയെ സേവിക്കുന്ന, അല്ലെങ്കിൽ ആനപ്പടയാൽ സേവിക്കപ്പെടുന്ന ആ അമ്മയ്ക്ക് നമസ്കാരം. അതുകൊണ്ടാണ് ഇവിടെ സേവിത, സേവിത എന്ന് നീട്ടേണ്ടതാണ്. സേവിതായല്ല, തായാണ്. ഇനി 67ാമത്തെ നാമമന്ത്രം. അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത. റിവേഴ്സ് ചൊല്ലുമ്പോൾ ആവൃത കോടികോടിഭിരാവൃത, അധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത, അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത. ഈ മന്ത്രം മിക്ക ആളുകളും തെറ്റിച്ചിട്ടാണ് ചൊല്ലാറുള്ളത്. അതെവിടെയാണ് ആ തെറ്റ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ മന്ത്രത്തിൽ ഒരുപാട് നീട്ടലും കുറുക്കലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ മന്ത്രം ചൊല്ലുന്നതിന് മുന്നായിട്ട് 66ാമത്തെ മന്ത്രം കഴിഞ്ഞ് ഇത് 67ാമത്തെ മന്ത്രമാണല്ലോ. അപ്പോൾ നമ്മൾ ദീർഘശ്വാസം എടുത്തിട്ട് വേണം ഇത് ചൊല്ലാനായിട്ട്. അശ്വാരൂഢ അധിഷ്ഠിത. ഈ ആരൂഢ എന്നുള്ളത് ഢായാണ്, മഹാപ്രാണനാണ്. ഢ, ആരൂഢ അധിഷ്ഠിത, അധിഷ്ഠിത ഠ, ഈ ഠ ഠ ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ റൗണ്ടിലുള്ള ഠ, പാഠം എന്നുള്ള ഠ. അശ്വാരൂഢാധിഷ്ഠിത, അശ്വ, അശ്വ കോട്ടി കോട്ടി, കോട്ടി കോട്ടി ടായാണ്, കോടി കോടിയല്ല. കോടി കോടി എന്ന് പറയുമ്പോൾ ഡപ്പിന് ഡാ വരും, അതല്ല. അവിടെ കോട്ടി കോടി ഭി, ആ കോട്ടി കോടി ഭി എന്ന് കഴിഞ്ഞിട്ട് അവിടെ വിസർഗമാണ്. അങ്ങനെ വിസർഗം കഴിഞ്ഞിട്ട് ആവൃത എന്ന് വരുന്നത് കൊണ്ട് കോട്ടി കോടി ഭിർ ആവൃത. അപ്പം അത് കൂട്ടി വായിക്കുമ്പോൾ
കോടിഭിരാവൃത എന്ന് വരും. അപ്പൊ മിക്ക ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൊല്ലുന്നത് കോടിഭിരാവൃത എന്നാണ്. അങ്ങനെ ചൊല്ലിപ്പോരുത്. അങ്ങനെ ചൊല്ലുമ്പോൾ അർത്ഥം മാറിപ്പോകും. കോടിഭിരാവൃത. ആ എന്ന് ഉള്ള അക്ഷരം അതുകൊണ്ടാണ് അവിടെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചൊല്ലുമ്പോൾ ഇതിങ്ങനെ ചൊല്ലിപ്പോയാൽ അർത്ഥം തെറ്റിപ്പോവില്ല. ചൊല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുകയും ചെയ്യും. കേൾക്കുന്ന ശ്രീ മഹാദേവിക്കും അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് രചിച്ച വശന്യാദി ദേവതമാരുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം പ്രത്യേകിച്ചുണ്ടാവും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. ദീർഘശ്വാസം എടുത്ത് ചൊല്ലേണ്ടതാണ്. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം: അമ്മയുടെ മുകളിലത്തെ ഇടത്തെ കൈയിലെ പാശത്തിൽ നിന്നും ഉദ്ഭവിച്ച അശ്വാരൂഢാദേവി, ആ അമ്മ ഇരിക്കുന്നത് അപരാജിതം എന്ന ഒരു കുതിരയുടെ പുറത്താണ്. അമ്മയുടെ കുതിരപ്പടയുടെ സൈനാധിപയാണ് ഈ അശ്വാരൂഢാദേവി. അങ്ങനെയുള്ള അശ്വാരൂഢാദേവി അധിഷ്ഠിതാശ്വ, അമ്മയാൽ അശ്വാരൂഢാദേവിയാൽ അധിഷ്ഠിതമായ സ്വാധീനപ്പെട്ടിട്ടുള്ള കോടി അനേകം അനന്തമായ എണ്ണാൻ പറ്റാത്ത കുതിരപ്പടയോടുകൂടി ആവൃതയായ അല്ലെങ്കിൽ ചുറ്റപ്പെട്ടിട്ടുള്ള ആ മഹാദേവിക്ക് നമസ്കാരം. അപ്പം ഇവിടെ ആവൃത എന്ന പദത്തിനാണ് പ്രാധാന്യം, അത് ശ്രദ്ധിക്കണം. അപ്പം ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ശ്രീ മൂകാംബികാ ദേവിയുടെ ഒരു ശ്ലോകമുണ്ട്, അതൊരു മന്ത്രമുണ്ട്: അംബികാനാദിനിധനാശ്വാരൂഢാപരാജിത. വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രമാണത്. ഞാൻ എന്നും ചൊല്ലാറുള്ളൊരു മന്ത്രമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അത് ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ. ഇനി 68ാമത്തെ നാമമന്ത്രം: ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത. റിവേഴ്സിൽ ചൊല്ലുമ്പോൾ പരിഷ്കൃത, സർവായുധ പരിഷ്കൃത, ആരൂഢ സർവായുധ പരിഷ്കൃത, രഥാരൂഢ സർവായുധ പരിഷ്കൃത, ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത. ഈ ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രങ്ങളെല്ലാം ജപിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് ദീർഘശ്വാസം എടുക്കുന്നത് നന്നായിരിക്കും. അപ്പം അതുകൊണ്ട് അത് മുറിഞ്ഞു പോകാതെ ഈ ആരൂഢ, ആയുധ എന്നുള്ള നീട്ടലും കുറുക്കലും, അശ്വം എന്നുള്ളതൊക്കെ നമുക്കിങ്ങനെ ചൊല്ലി കറക്റ്റ് മനസ്സിലാക്കി അതിൻ്റെ ആ ഭാവത്തോടു കൂടി ചൊല്ലിപ്പോകാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രഥം ധായാണ്, രഥം, ആരൂഢം ഢ മഹാപ്രാണനാണ്. പിന്നെ സർവായുധം, അവിടെ വാദിത്വമാണ്. ഇപ്പം മുകളിലത്തെ പല്ലുകൾ കീഴ്ചുണ്ടിൽ അമർത്തിക്കൊണ്ട് ഉച്ചരിക്കേണ്ട വായാണ് അവിടെ വാ. സർവായുധ, സർവായുധ അല്ല, സർവായുധ പരിഷ്കൃത. അപരിഷ്കൃത എന്ന് ചൊല്ലിപ്പോകരുത്. അപരിഷ്കൃത എന്ന് ചൊല്ലിപ്പോയാൽ അർത്ഥം മാറിപ്പോകും. സർവായുധ പരിഷ്കൃത എന്ന് ചൊല്ലിപ്പോകരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത, സർവായുധ പരിഷ്കൃത. ആ അലങ്കരിക്കപ്പെട്ടവൾ, പരിഷ്കൃത എന്നാൽ അലങ്കരിക്കപ്പെട്ടവൾ. ആ അലങ്കരിക്കപ്പെട്ടവൾക്കാണ് അവിടെ പ്രാധാന്യം. ചക്രരാജം എന്നാൽ സാക്ഷാൽ ശ്രീയന്ത്രം, ശ്രീചക്രം. അമ്മയുടെ തേരിനെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അമ്മ ചക്രരാജത്തിൽ, അത് ശ്രീചക്രാങ്കിതയായ അമ്മ, ശ്രീചക്രത്തിൽ ഇരുന്നരുളുന്ന ആ അമ്മ, അങ്ങനെയുള്ള ആ രഥത്തിൽ, ചക്രരാജം എന്ന രഥത്തിൽ ആരൂഢയായ ഇരുന്നരുളുന്ന സർവായുധങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളുണ്ടോ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളെല്ലാം കൊണ്ട് പരിഷ്കൃതയായവൾ, അലങ്കരിക്കപ്പെട്ടവ ആ അമ്മയ്ക്ക് നമസ്കാരം. അപ്പോൾ ഇവിടെ ചക്രരാജം, സാക്ഷാൽ ശ്രീയന്ത്രം, ഒരുപാട് വർഷങ്ങളായി എൻ്റെ കൂടെ എൻ്റെ ജീവശ്വാസം പോലെ ഞാൻ കൊണ്ടു നടക്കുന്ന ശ്രീമദ് ലളിതാ സഹസ്രനാമവും ശ്രീചക്രവും. ആ യന്ത്രം എനിക്ക് കിട്ടുന്നത് ലോകത്തിലെ ഒരേ ഒരു ശ്രീയന്ത്ര ക്ഷേത്രമാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്താൽ ദേവിപുരം എന്ന പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീചക്രത്തിൻ്റെ ആകൃതിയിലാണ് ആ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്.
അവിടെ 9 ആവരണങ്ങളിലായിട്ട് ഓരോരോ ആവരണ ദേവതമാരുണ്ട്, വശിന്യാദി വാഗ്ദേവതമാരുൾപ്പെടെ. ഏറ്റവും അവസാനം നമ്മൾ കയറി ചെന്ന് ബിന്ദുസ്ഥാനത്തായിട്ട് സദാശിവ മഞ്ചത്തിലിരിക്കുന്ന സഹസ്രാക്ഷി സങ്കല്പമാണ് അവിടെ. ആ മഹാദേവിയെ കണ്ട് വന്ദിക്കാം. അവിടുത്തെ ആ ഗുരുജി ആണ് ഈ ശ്രീയന്ത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ മഹാകാരുണ്യം കൊണ്ട് എനിക്ക് അവിടെ നിന്നൊരു ശ്രീചക്രം വാങ്ങിക്കാൻ സാധിച്ചു. മഹാത്മാവിൻ്റെ ഭാര്യയായ അമ്മയും ഗുരുനാഥയാണ്. അമ്മയുടെ കയ്യിൽ നിന്നും പ്രാണപ്രതിഷ്ഠ ചെയ്ത് ആ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ പൂജ ചെയ്ത് കുങ്കുമാർച്ചന ചെയ്ത് സഹസ്രനാമം ചൊല്ലി കുങ്കുമാർച്ചന ചെയ്ത് അതിപ്പോഴും എൻ്റെ കൂടെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. എൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ആ ശ്രീചക്രവും സാക്ഷാൽ മഹാദേവിയുടെ 1000 നാമങ്ങളും തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ആ ഒരൊറ്റ ബലത്തിലാണ് എൻ്റെ ജീവിതം തന്നെ. അപ്പോൾ ചക്രരാജരഥാരൂഢയായ സർവായുധ പരിഷ്കൃതയായ ആ ശ്രീ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ പറഞ്ഞ ശ്രീചക്ര രൂപത്തിലുള്ള ആ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കട്ടെ. ആ അമ്മയെ കാണാനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീമാത്രേ നമഃ.